ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗൊറില്ല 450 ആയിട്ടാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു മെഷീനാണ് ഇപ്രാവശ്യം നമ്മുടെ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ട്, മീൻസ് നോട്ട് പ്രൊവൈഡഡ്, ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എനിക്ക് ഓവറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. അതായത് എന്ത് പറയും, ഞാനിപ്പോൾ വന്നപ്പോഴടക്കം ഇതിൻ്റെ ആ ഒരു സെക്കൻഡ് ഗിയർ ഉണ്ടല്ലോ, ആ സെക്കൻഡ് ഗിയറിൽ ഇത് തരുന്നൊരു പെർഫോമൻസ് ഉണ്ട്. അതായത് നമ്മളെ വാരി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീലുണ്ട്. അത് ഞാൻ ഒരിക്കലും ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആ ഒരു ഫീൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മീൻസ് അങ്ങനെയല്ല ഞാൻ പറയണത്. ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു KTMൻ്റെ ആ ഒരു രീതിക്കൊക്കെ പോയ പോലെ, അതായത് ഒരു സൂപ്പർ മീൻസ് കുറച്ചും കൂടിയും ഒരു സ്പോർട്ടി വണ്ടികൾ കൊടുക്കണ ഒരു ഫീല് ഈ ഒരു വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ മെയിൻ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് കളറ് ഇതിനേക്കാളും കുറച്ച് ഇഷ്ടപ്പെട്ടത് എനിക്കിതിൻ്റെ ബ്ലൂവും വൈറ്റും കളറാണ്. അത് കുറച്ചും കൂടിയും ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്. അതിൻ്റെ ഫ്രണ്ട് അലോയ്സിൽ നമുക്ക് ബ്ലൂ കളർ കാണാം. അതേപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കളർ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. വണ്ടി എനിക്ക് ഓവറോൾ ഇഷ്ടമാണ്. അതിൻ്റെ ടയർ സൈസ് ആണെങ്കിലും ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതേപോലെ ഒരു ടയർ സൈസ് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ FZ ഉണ്ടല്ലോ, അതായത് വേർഷൻ 1. ആ ടൈമിലൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കണ അല്ലെങ്കിൽ ഹൈസ്കൂൾ പഠിക്കണ കാലത്ത് കണ്ട ആ ടൈമിലാണ് ഞാനൊരു വണ്ടിയുടെ ഫാറ്റ് ടയർ കണ്ടിട്ട് ഫസ്റ്റ് അന്തം വിട്ടത്. പിന്നെ ഞാൻ ഇങ്ങനൊരു ലുക്കിൽ കുറച്ച് സർപ്രൈസ് ആയൊരു വണ്ടി ഈ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ആസ് ഹിമാലയൻ, അതായത് പെർഫോമൻസ് കാര്യത്തിൽ സെയിം ആസ് ഹിമാലയനാണ്. അതായത് ടോർക്കും എല്ലാ കാര്യത്തിലും സെയിം ആസ് ഹിമാലയനാണ് ഈ വണ്ടി കാണിക്കുന്നത്. അതായത് എല്ലാ പവറിൻ്റെ കാര്യത്തിൽ സെയിം ആണ്. പിന്നെ ടോപ്പ് എൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 140 ആണ് ടോപ്പ് എൻഡ് പറയുന്നത്. ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല, കാരണം എന്താ വെച്ചാൽ എൻ്റെ വണ്ടിയല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ടോപ്പ് എൻഡ് ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഹിമാലയനും ഇതും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അതായത് ഹിമാലയൻ കമ്പനി പറയുന്നത് 165, 160 ആ ഒരു ഇതാണ് ടോപ്പ് എൻഡ് പറയുന്നത്. ഇത് പറയുമ്പോൾ 140 ടോപ്പ് എൻഡ് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഹിമാലയനും നമ്മുടെ ഗൊറില്ല 450 ആയിട്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഓവറോൾ എല്ലാം ഓക്കെ ആണ്. പിന്നെ ഇതിന് 11 ലിറ്റർ ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ റിസർവ് എങ്ങനെയാ വെച്ചാൽ 2.2 ലിറ്ററാണ് കമ്പനി പറയണത്. അതായത് റിസർവിൽ 2.2 ലിറ്റർ വേണം. പിന്നെ 11 ലിറ്റർ ടാങ്കാണ് ഇത് ആൾറെഡി ടാങ്ക് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും അത്യാവശ്യം ഫാറ്റ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ടും 17 ഇഞ്ച് ആണ്. രണ്ടും മീൻസ് ഫ്രണ്ടും റിയറും 17 ഇഞ്ചാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെ നമ്മുടെ ടയറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് 120/70 ടയർ സൈസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 160/60 ബാക്ക് ടയർ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ചൊരു ഇഷ്യൂ അത് എന്നെ കേട്ടോ, മീൻസ് ഞാൻ എന്നെ തന്നെ കുറ്റം പറയുകയാണ്. എനിക്ക് ഹൈറ്റിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്യൂ മീൻസ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വണ്ടി നല്ല അടിപൊളിയാണ്. പക്ഷേ പുറമേ കാണുന്നവർക്ക് ചിലപ്പോൾ എനിക്കൊരു കുഞ്ഞൻ വണ്ടിയായിട്ട് തോന്നുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ വെറും ഡൗട്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോറി. പിന്നെ നമുക്ക് മീറ്ററിൻ്റെ കാര്യം എടുക്കുമ്പോൾ മീറ്റർ വരുന്നത് സെയിം നമ്മുടെ 450 ഹിമാലയൻ 450Xൽ വരുന്ന സെയിം മീറ്ററാണ് ഇതിൽ വരുന്നത്. പിന്നെ മിറേഴ്സും അടിപൊളിയാണ്. മീൻസ് മിറേഴ്സ് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അധികം സ്പീഡിലും കാര്യങ്ങളിലൊന്നും പോകുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡിൽ ഇത് തരുന്നൊരു പവർ ഉണ്ടല്ലോ, ആ ഒരു ഇതിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ളൊരു മിറേഴ്സാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹിമാലയനിൽ കൊടുത്തിരിക്കുന്ന സെയിം ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും ഒരുമിച്ചുള്ളൊരു ഇൻഡിക്കേറ്ററും. ഓക്കെ. പിന്നെ മോണോ ഷോക്ക് അബ്സറാണ് വണ്ടി. പിന്നെ ഡുവൽ ചാനൽ ABS ഉണ്ട്. ഓവറോൾ വണ്ടി ഭയങ്കര അടിപൊളിയാണ്. ഇത് നമ്മുടെ നിലവിൽ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 2.39 lakhs ഇത് സ്റ്റാർട്ട് ചെയ്യണത് റേഞ്ച്. പക്ഷേ ആ ഒരു പ്രൈസിന് ഒത്ത വണ്ടിയാണ്. കാരണം നല്ല ടൂറിങ് അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ആകെയുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാക്കിൽ ഈ ഒരു പവറിൽ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് ബാക്കിൽ പോരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ വേറൊന്നും എനിക്ക് ഈ ഒരു വണ്ടിയിൽ കുറ്റം പറയാനില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് റൈഡറിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഷേപ്പിൽ കറക്റ്റ് നമ്മുടെ ബട്ടക്സിൻ്റെ ഷേപ്പിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ അടിപൊളിയാണ്. പിന്നെ
പിന്നെ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ്റെ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യമാണ്. അതായത് മൈലേജ് വരുന്നത് മീൻസ് ഒരു ഇത് യൂസ് ചെയ്യണ ആൾക്കാർ പറഞ്ഞത് ഒരു 29 ആ ഒരു ഇതിലാണ്, 29-30 അതിലാണ്. പക്ഷേ നമ്മുടെ ഹിമാലയനിൽ പറയുമ്പോൾ അത് 32-33 അങ്ങനെയുള്ളൊരു ഇതിൽ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഇത്, അതായത് ഹിമാലയനായിട്ട് ഒരേ CC കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളൂ, ഈ മൈലേജിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയാം 11 ലിറ്ററിൻ്റെ ടാങ്കേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ കണക്കിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ എക്സോസിൻ്റെ സൗണ്ട് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എക്സോസിൻ്റെ സൗണ്ട് നല്ല രസമാട്ടോ കേൾക്കാൻ. ഇതാണ് ഇതിൻ്റെ എക്സോസിൻ്റെ സൗണ്ട്. അത്യാവശ്യം ലൗഡാണ് എക്സോസ്റ്റ്. അതായത് സെയിം ആസ് നമ്മുടെ ഹിമാലയനിൽ വരുന്ന അതേ സാധനമാണ്. ഇതാണ് നമ്മുടെ എക്സോസിൻ്റെ സൗണ്ട്. വണ്ടി ആൾറെഡി അടിപൊളിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടി. അതായത് ഹിമാലയൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വന്നൊരു വണ്ടിയാണ് നമ്മുടെ ഗൊറില്ല 450 പറയുന്നത്. ഇറങ്ങിയ ടൈമിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, വലിയ ഇതൊന്നും തോന്നിയില്ല. പിന്നെ ഫ്രണ്ടിലെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് വണ്ടി നോക്കുമ്പോൾ നമ്മുടെ ഹണ്ടറിലും അതേപോലെ തന്നെ ഹിമാലയനിലും വന്നൊരു കുഞ്ഞിൻ്റെ പോലെ ഉണ്ട്. അതായത് ഒരു മിക്സ് ബ്രീഡിൻ്റെ പോലെയാണ് ഹിമാലയനും ഹണ്ടറും ചേർത്ത് ഇറങ്ങിയൊരു വണ്ടി. അതാണ് ഫസ്റ്റത്തെ ഒരു ഇതിൽ. പക്ഷേ വണ്ടിയുടെ പെർഫോമൻസ് പറയുമ്പോൾ അടാറ് സാധനമാണ്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടി. ഞാൻ ഇത് റൈഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഇരിക്കുമ്പോൾ വണ്ടി എനിക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ കാണുന്നവർക്ക് എനിക്ക് മീൻസ് എന്നെ കാണുമ്പോൾ എത്ര തരത്തിൽ ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ സ്വിച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കിൽ സ്വിച്ചും സെൽഫും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇപ്പോഴത്തെ വണ്ടിയിൽ, അതറിയാലോ. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും LND സ്വിച്ച് ഉണ്ട്, മോഡിൻ്റെ സ്വിച്ച് ഉണ്ട്, LND ഇവിടെ ഉണ്ട്. അപ്പോൾ ഓവറോൾ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വണ്ടിയുടെ. ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പെർഫെക്റ്റാണ്. ഒരു ലോങ് ഒക്കെ പോകാൻ നോക്കുമ്പോൾ വണ്ടി ഭയങ്കര പെർഫെക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചില്ല. എനിക്കിത് എടുക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് വണ്ടി. കാരണം ഞാൻ വിചാരിക്കാത്ത ടൈമിലാണ് ഇതിൻ്റെ ത്രോട്ടിൽ പുഷിങ് വണ്ടി ചെയ്യണത്. അതായത് നമ്മൾ ഒരു വണ്ടി ത്രോട്ടിൽ കൊടുക്കുമ്പോഴുള്ളൊരിതുണ്ട്. ഇത് കണ്ടോട്ടോ, ഈ സെക്കൻഡ് എത്തുമ്പോൾ വലിച്ചു കുത്തി പോകണം. സെക്കൻഡ് എത്തുമ്പോൾ വണ്ടി വലിച്ചു കുത്തുക. ഫസ്റ്റിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. സെക്കൻഡ് എത്തുമ്പോൾ വണ്ടി വലിച്ചു കുത്തി നമ്മളെ കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതെനിക്ക്, ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോഴും അത് വളരെ പേടിയായിട്ടാണ് ഞാൻ ആ വണ്ടി അങ്ങനെ എടുത്തത്. അത് നല്ല രീതിയിലുള്ള ഒരു പവറിൻ്റെ ആ ഒരു ഫ്ലോ വണ്ടിയിൽ നിന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ബിഗിനേഴ്സ് എന്ന് ഞാൻ പറയില്ല ഈ ഒരു വണ്ടീനെ. അതായത് ഒരിക്കലും ഒരു ബിഗിനറായിട്ടുള്ള ആളെ എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഹണ്ടറും ഇതും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകാൻ ഹണ്ടറിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും ഗൊറില്ല 450. കാരണം എന്താ വെച്ചാൽ ഇത് വരുന്നത് 450cc 6 സ്പീഡാണ്. നമ്മുടെ ഹണ്ടർ പറയണത് 5 സ്പീഡാണ്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഹണ്ടറിൽ. പിന്നെ സീറ്റിംഗ് കംഫോർട്ട് റൈഡറിന് അടിപൊളിയാണ്. നല്ല സീറ്റിംഗ് കംഫോർട്ടാണ്, നല്ല ഹാൻഡ്ലിംഗ് ആണ്, അടിപൊളിയാണ്. മീൻസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാം. ഒരു ലോങ് റൈഡൊക്കെ പോകുകയാണെങ്കിൽ ഇതിൽ അടിപൊളിയാവും. കാരണം അതിന് ഞാൻ പറഞ്ഞല്ലോ, റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെയിമാണ്. പവറിലും കാര്യങ്ങളും എല്ലാം സെയിമാണ്. പക്ഷേ കുറച്ച് ചെറിയ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മൈലേജ് അങ്ങനെ പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ പരമായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമാണ് ഇവർ രണ്ട് തമ്മിൽ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയിടത്തോളം ഇവർ രണ്ടാളും ഒരു മിക്സ് ബ്രീഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇവർ രണ്ടാളും അല്ല, അതായത് നമ്മുടെ ഹണ്ടറും ഹിമാലയനും തമ്മിലുള്ള ഒരു മിക്സ് ബ്രീഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തിരിയണം. ഇത് എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ കൊടുന്നേരാന്ന് പറഞ്ഞ് എടുത്ത് വന്നതാണ്. മൂപ്പരടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട്. അതിൻ്റെ മുമ്പ് ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് ഈ വണ്ടി കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, മറ്റേ ഒരു ബ്ലൂ ആൻഡ് വൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ വണ്ടിയാണ് ഞാൻ ഓടിച്ചത്. എനിക്ക് അതുകൊണ്ട് ആ കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ വണ്ടി ഓവറോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ണുടച്ചെടുക്കാം എൻ്റെ ഒരു ഇതിൽ. ഇത് ഞാൻ പറയണത് ഒരു ഫ്രഷ് വണ്ടിയുടെ അഭിപ്രായമാണ്. ഇനി കുറച്ച് ഓടിക്കഴിഞ്ഞാൽ വണ്ടിയിൽ എന്തൊക്കെ ഉള്ളൊരു ഇത് വരുമെന്ന് എനിക്കറിയില്ല. ഈ വണ്ടി തന്നെ ഏകദേശം നിങ്ങൾക്കറിയാം, കണ്ടോ 598 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കമ്പനി സ്റ്റാൻഡേർഡ് വാറണ്ടി ഒരു 3 years പറയുന്നുണ്ട്. അത് ഏകദേശം 30,000 കമ്പനി വാറണ്ടി പറയുന്നുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് കാര്യങ്ങളൊന്നും അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ
ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം. ഐ എം യുസ്കേൽ. ബൈ ബൈ ഗൈസ്.